8th സ്റ്റാൻഡേർഡ് മാത്സ് ന്യൂ ടെക്സ്റ്റ് ബുക്ക് 2025 നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും പുതിയ ടെക്സ്റ്റ് മാറിയിട്ടുണ്ട്. 8th സ്റ്റാൻഡേർഡ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ആണ്. നോക്കാം നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഫസ്റ്റ് ചാപ്റ്റർ സ്ക്വയേഴ്സ്, സെക്കൻഡ് ഈക്വലേറ്റ് ട്രയാങ്കിൾസ്, സ്ക്വയർ ഐഡൻറ്റിറ്റീസ്, പോളിഗൺസ്, സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ്, ന്യൂ നമ്പേഴ്സ്, ബൈസെക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള 7 ചാപ്റ്ററാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിലായിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ സ്ക്വയേഴ്സ് ആണ്. സ്ക്വയേഴ്സ് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചത് കുറച്ചുകൂടെ എന്താ പറയുക, ഒരു വേറൊരു ലെവലിൽ ചെയ്യുന്ന മോഡൽ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ചില ചാപ്റ്റേഴ്സൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്നാലും കുറേ പുതിയ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സ്ക്വയേഴ്സ്, വർഗ്ഗങ്ങൾ എന്ന് പറയും. അപ്പോൾ സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് 1ൻ്റെ സ്ക്വയർ, 1 × 1 1 തന്നെയാണ്. 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ, 2 × 2 4, 9 എന്ന് പറയുമ്പോൾ 3 × 3 6, പിന്നെ 4 × 4 16. അങ്ങനെയുള്ള ഇതാണ് നമ്മുടെ ഇതിലൊക്കെ വർഗ്ഗങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ് സ്ക്വയേഴ്സ്. ഓരോന്നിൻ്റെയും സ്ക്വയേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഏത് നമ്പറിൻ്റെയും സ്ക്വയർ കാണാൻ പറ്റും. അതേ നമ്പർ ഇൻറ്റു ചെയ്താൽ മതി. ഇപ്പം ഒരു 16ൻ്റെ സ്ക്വയറാണ്, 16 × 16 ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടും. സാധാരണ 2 സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. പക്ഷേ കുറച്ചുകൂടി ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് സ്ക്വയേഴ്സ് കണ്ടെത്താം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആ സ്ക്വയർ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1ൻ്റെ സ്ക്വയർ മുതൽ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ 10 സ്ക്വയർ വരെ നമ്മൾ ആദ്യം പഠിച്ചു വെച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ 20ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 20 × 20 ആണ്. ഫസ്റ്റ് നമ്മൾ 2ൻ്റെ സ്ക്വയറായ 4 എഴുതാം. 20 10ന് പകരം 20 ഇട്ട് കൊടുക്കാം. അതുപോലെ 13ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 339 ആണ്. 20 ഇട്ട് കൊടുക്കുക. 40 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ൻ്റെ സ്ക്വയർ 16 20 ഇട്ട് കൊടുക്കുക. 15ൻ്റെ സ്ക്വയർ 25 20 ഇട്ട് കൊടുക്കുക. 16ൻ്റെ സ്ക്വയർ 36, അതായത് 6 × 6 36 ആണ്. അതിൻ്റെ കൂടെ 20. അങ്ങനെ 70 സ്ക്വയർ, 80 സ്ക്വയർ, 90 സ്ക്വയർ, 100 സ്ക്വയർ. നമുക്ക് 90 വരെയുള്ളതിൻ്റെ സ്ക്വയർ ഇങ്ങനെ നമ്മൾ അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ആദ്യം നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ 1 മുതൽ 10 വരെയുള്ള സ്ക്വയറും ഇതേപോലെ 0 വരുന്നതിൻ്റെ സ്ക്വയറും പഠിച്ചു വെക്കണം. നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് കിട്ടുന്ന വിധത്തിൽ പഠിച്ചു വെക്കണം. ഇതിൽ ആദ്യം 11ൻ്റെ സ്ക്വയർ കാണുന്ന മെത്തേഡാണ്. 11ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 11 × 11 ആണ്. അപ്പോൾ അത് എക്സ്പാൻഷൻ ഫോമിൽ നമ്മൾ 11 എന്നുള്ളതിനെ 10 + 1 എന്നുള്ള രീതിയിൽ മാറ്റി എഴുതുന്നു. 10 + 1, 11 എന്ന് പറഞ്ഞാൽ 10 + 1 ആണ്. അതേപോലെ 10 + 1 ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് വരയുന്നു. 4 സമചതുരങ്ങൾ സ്ക്വയേഴ്സുള്ള കള്ളിയാണ് വരച്ചിരിക്കുന്നത്. 2 നമ്പർ, അപ്പോൾ 11 × 11 ആയതുകൊണ്ടാണ്. നമുക്കിത് വലിയ നമ്പറൊക്കെ ഇൻറ്റു ചെയ്യാൻ പറ്റും കേട്ടോ ഈ മെത്തേഡിൽ. ഇപ്പോൾ ഒരു 365 × 25 അങ്ങനത്തെയൊക്കെ ചെയ്യേണ്ടെങ്കിൽ, 4 ഡിജിറ്റ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇതേപോലെ ബോക്സ് വരച്ചു കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ സ്ക്വയർ കാണാൻ വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്. ഇപ്പോൾ 10 + 1ഉം 10 + 1ഉം ഈ ബോക്സിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ 10ഉം ഈ 10ഉം ഇൻറ്റു ചെയ്തതാണ്. 10 × 10 100. പിന്നെ ഈ ബോക്സിൽ വരിക ഈ 1ഉം ഈ 10ഉം ഇൻറ്റു ചെയ്തതാണ്. 1 × 10 10 എഴുതാം. ഈ ബോക്സിലും അതുപോലെ തന്നെ വരും. ഈ 10ഉം ഈ 1ഉം 10 വരും. പിന്നെ ഈ ബോക്സിൽ വരിക ഈ 1ൻ്റെ നേരെയുള്ളതും 1ൻ്റെ നേരെയുള്ളതും 1 × 1 1 ഇൻറ്റു ചെയ്യുകയാണ് വേണ്ടത്. അത് ഇനി നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഈ ഉള്ളിലത്തെ നമ്പേഴ്സൊക്കെ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഉള്ളിലത്തെ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം 100 ഉണ്ട്, പിന്നെ 10 2 ടൈംസ് ഉണ്ട്. അതുകൊണ്ട് 2 × 10 എഴുതുന്നു, പിന്നെ ഒരു 1. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 + 20 + 1 121 കിട്ടും. 12 സ്ക്വയർ എന്ന് പറയുമ്പോൾ 12 × 12 ആണ്. 12 × 12 ആണ് 12 സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ 10 + 2 എന്നും 10 + 2 എന്ന് മാറ്റി ചെയ്തു. ഈ ഫസ്റ്റ് ബോക്സിൽ 10 × 10 100. ഇവിടെ വരുന്നത് 2 × 10 20 വരും. ഇവിടെ വരുന്നതും 2 × 10 20 ആണ്. ഇവിടെ വരുന്നത് 2 2 4. അത് 100 + 40 അത് 2 ടൈംസ് 20 ആണ്. 2 പ്രാവശ്യം 20 ഉണ്ട്, പിന്നെ 4. അതേപോലെ തന്നെ 30 നമ്മൾ ഇതേപോലെ എക്സ്പാൻഷൻ ചെയ്യാം. 10 + 3 10 + 3. പിന്നെ ഈ ബോക്സിൽ വരിക 10 × 10 100. ഈ ബോക്സിൽ 10 × 3. ഈ ബോക്സിൽ 3 × 10 വരും. ഈ ബോക്സിൽ 3 × 3. ഇത് 32 ടൈംസ് ഉണ്ട്, അതുകൊണ്ട് 60 വരും. 169 വരും. ഇതുപോലെ 14 സ്ക്വയർ എന്ന് വരുമ്പോൾ 10ഉം 4ഉം എഴുതാം. 10ഉം 4ഉം ഇവിടെ എഴുതാം. 10 × 10 100. ഈ ബോക്സിലാണെങ്കിൽ 4 × 10 40 വരും.
ഈ ബോക്സിൽ 10 × 4 40 വരും. ഇവിടെയാണെങ്കിൽ 4 × 4 16. അപ്പോൾ നമുക്കതിൻ്റെ 40 2 ടൈംസ് വരുന്നുണ്ട്. 100 പ്ലസ്, ഇവിടെ പ്ലസ് ആണ്, സോറി അത് എഴുതുമ്പം ഇൻറ്റു ആയി പോയതാണ്. 100 + 2 × 40 + 16. അപ്പോൾ 100 + 2 × 40 എന്ന് പറയുമ്പോൾ 80 വരും. 16 ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 196. നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. 36ൻ്റെ സ്ക്വയർ ആകുമ്പോൾ ഇതേപോലെ തന്നെ 36. ഈ ബോക്സിൽ 30യും 30യും ആണ്. 30യും 30 ഇൻറ്റു ചെയ്താൽ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് 30 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 3s are 9 2 0 ഇട്ട് കൊടുത്താൽ മതി. ഈ ബോക്സിലാണെങ്കിൽ 30യും 6ഉം ആണ്. 3 6 18 ആണ്, ഒരു 0 ഇട്ട് കൊടുക്കുക. ഈ ബോക്സിലാകുമ്പോൾ 30യും 6ഉം അതും സെയിം തന്നെയാണ്. എപ്പോഴും ഈ രണ്ട് ബോക്സും സെയിം നമ്പർ ആയിരിക്കും. പിന്നെ ഇവിടെ വരിക 6 × 6 36. ഇവിടെ 2 ടൈംസ് 180 ഉണ്ട്. 180 എന്ന് പറയുമ്പോൾ 360 വരും. 900 360 36 1296 വരും. 64ൻ്റെ സ്ക്വയർ ആകുമ്പോൾ ഇതേപോലെ തന്നെ 64 നെയ്തു. ഈ ബോക്സിൽ 60 × 60 3600 6 6 36 വരും. അതിൻ്റെ കൂടെ 2 0യും കൂടി. ഇവിടെ എത്തുമ്പോൾ 60യും 4ഉം ആണ്. അപ്പോൾ 6 × 4 24ഉം ഒരു 0യും. ഇവിടെ എത്തുമ്പോൾ 4 × 60 24ഉം ഒരു 0. പിന്നെ ഈ ബോക്സിലാണെങ്കിൽ 4ഉം 4ഉം 16 ആഡ് ചെയ്യുന്ന സമയത്ത് 3600ഉം 2 × 240 + 16 വരും. 2 × 240 എന്ന് പറയുമ്പോൾ 480 വരും. ഇതൊക്കെ ആഡ് ചെയ്താൽ 4096. നെക്സ്റ്റ് 47 ആകുമ്പോഴും 47 എഴുതാം. എക്സ്പാൻഷൻ ഫോമിൽ 40 + 7 ആണ് 47, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഈ ഫസ്റ്റ് ബോക്സിൽ 40 × 40 എന്നുള്ളതാണ് വരിക. 4 4 16 ആണ്, 2 0 ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ബോക്സിലാണെങ്കിൽ 40 × 7 ആണ്. 4 7s are 28, ഒരു 0 ഇട്ട് കൊടുക്കാം. ഇവിടെയും 280 തന്നെ വരും. ഇവിടെ എത്തുമ്പോൾ 7 × 7 49 ആണ്. അതൊക്കെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എഴുതേണ്ടതിൽ 1600 + 2 × 280 + 49 2209 കിട്ടും. നെക്സ്റ്റ് 53 സ്ക്വയറും നമ്മൾ 50 + 3 എന്ന് മാറ്റി ചെയ്താൽ ഫസ്റ്റ് ബോക്സിൽ വരുന്നത് 50 50 5 5 25 2 0 ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ബോക്സിൽ വരുന്നത് 50 × 3 ആണ്. 50 നേരെ ഉള്ളതാണ് നോക്കേണ്ടത്. ഈ ബോക്സ് ആകുമ്പം 3ഉം 5ഉം 5 അല്ല സോറി 50. 50 × 3 എന്ന് പറയുമ്പോൾ 3 5s are 15, ഒരു 0 ഇട്ട് കൊടുക്കും. ഇവിടെയും തന്നെ വരിക 50യും 3ഉം 150 വരും. ഇവിടെ എത്തുന്ന സമയത്ത് 3ഉം 9. 2 ടൈംസ് 150 ആഡ് ചെയ്താൽ 300 വരും. അതിൻ്റെ കൂടെ 2500ഉം 9ഉം ആഡ് ചെയ്താൽ 2809. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 88 സ്ക്വയർ ആണ്. അതിൽ ചെയ്യുമ്പോൾ 80 + 8 ഈ ബോക്സിൽ 8 × 8 64 2 0. ഇവിടെ എത്തുന്ന സമയത്ത് 88 64ഉം ഒരു 0യും. ഇവിടെ എല്ലാം ഒരേ നമ്പറാണ്, സീറോസ് മാറ്റുള്ളൂ. 8 × 80 ആണ്. അപ്പോൾ 88 64 ഒരു 0. ഇവിടെ എത്തുന്ന സമയത്ത് 8ഉം 8ഉം 64. അപ്പോൾ 2 പ്രാവശ്യം 640 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ 6400 + 2 × 640 + 64. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7744 ആണ് ആൻസർ കിട്ടുക. ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 64 35 47 53 88ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 79ൻ്റെ സ്ക്വയർ. അപ്പോൾ അത് വരികയാണെങ്കിൽ 70 സ്ക്വയർ നമ്മൾ അവിടെ എഴുതേണ്ട എക്സ്പാൻഷൻ ഫോമിൻ്റെ ഇതാണ് പറയുന്നത്. 70 സ്ക്വയർ + 2 ടൈംസ് 70 × 9. അപ്പോൾ നമ്മൾ അവിടെ 2 ടൈംസ് ഇൻറ്റു ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2 ടൈംസ് നമ്മളെ 2 നമ്പർ, അതായത് നമ്മൾ 79 എക്സ്പാൻഷനായിട്ട് 70 + 9 ആണ് ഉള്ളത്. അപ്പോൾ 2 ടൈംസ് 79 ഉണ്ടാവും. ഇപ്പം നമ്മൾ 63 ആണെങ്കിൽ 60 + 3 ആണ്. അപ്പോൾ 60 സ്ക്വയർ + 2 ടൈംസ് 60യും 3യും ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് 3 സ്ക്വയർ, അതിൻ്റെ ആ പ്ലസ് ചെയ്തപ്പോൾ 9 ആണെങ്കിൽ 9ൻ്റെ സ്ക്വയർ. ആ ഒരു രീതിയിൽ ഫസ്റ്റ് ഇതിൻ്റെ എക്സ്പാൻഷൻ ഫോമിൽ 70 + 9 വന്നാൽ 70 സ്ക്വയറും 9ൻ്റെ സ്ക്വയറും ലാസ്റ്റ് ഉണ്ടാവും. മിഡിലിൽ 2 ടൈംസ് ആ 2 നമ്പർ ഇൻറ്റു ചെയ്തത്. അപ്പോൾ ഈ രീതിയിലാണ് വരിക. ഓക്കെ, ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്, അതായത് ഈ ഒരു മോഡലിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ക്വസ്റ്റ്യൻസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ.